നമസ്കാരം അഭിഷേക്. നമസ്കാരം. ഇപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയും ചാനലുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് കോഴിക്കോട് നാദാപുരത്തുള്ള ദീപകിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം. ഇതിനിടയ്ക്ക് പ്രതിയായി വന്നിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് ഇപ്പോൾ കേസെടുത്തു. ഷിംജിത മുസ്തഫ വിദേശത്തേക്ക് കടന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ ഒരു പഞ്ചായത്ത് അംഗമായി സേവനമനുഷ്ഠിച്ച ആളാണ്. കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ ടൈമിൽ ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളാണ്. ആ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം ഈ വീഡിയോയിൽ അവർ കാണിച്ചോ എന്നുള്ള അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല രീതിയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവസാനം വരുന്ന വാർത്തകളെ പറ്റി എങ്ങനെയാണ്? അവർ വിദേശത്തേക്ക് കടന്നോ? എങ്ങനെയാണത്? ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്നതിനപ്പുറം ഒരു സാമാന്യ മനുഷ്യന് ഒരു ഉത്തരവാദിത്വമുണ്ട്. സഹജീവികളോടുള്ള സ്നേഹവും കരുതലും. അതാരെയും സഹായിക്കേണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതെ. അത് മാത്രമാണ് നമുക്ക് ആ ഒരു സംഭവത്തിന് ശേഷം അവരോട് പറയാനുള്ളത്, അവരെ പോലെയുള്ള ആളുകളോട് പറയാനുള്ളത്. കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള അല്ലമീൻ എന്നാണ് ആ സ്വകാര്യ ബസ്സിൻ്റെ പേര്. ആ ബസ്സിൽ അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നതും തുടർന്ന് ആ ഒരു വീഡിയോ വെള്ളിയാഴ്ചയോടെ പ്രചരിക്കുന്നു. ശനിയാഴ്ച രാത്രിയോടെ ദീപക് എന്ന കോഴിക്കോട് കുതിരവട്ടത്തിനടുത്ത് ഗോവിന്ദപുരം സ്വദേശിയാണ്. ഇദ്ദേഹം ആ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെ തുടർന്ന് സാമൂഹിക മാധ്യമത്തിൽ ഉടനീളം ആ ഷിംജിത മുസ്തഫ എന്ന ആ സ്ത്രീയോടുള്ള അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രവൃത്തിക്കെതിരെയുള്ള കമൻറ്റുകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. അവരുടെ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരൊരു മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ അരീക്കോട്, മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ വെള്ളേരി ഡിവിഷനിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. അങ്ങനെ ഒരു ജനപ്രതിനിധി അവരുടെ ടേം കഴിഞ്ഞു. അങ്ങനെ ഒരു ബസ്സിൽ അവർക്ക് നേരിട്ട സംഭവമല്ല, അവരുടെ മുന്നിൽ നിന്ന സഹയാത്രികയ്ക്ക് നേരിട്ട ഒരു ദുരനുഭവം എന്ന പേരിൽ ബസ്സിൻ്റെ പല ഭാഗത്തു നിന്ന് ചിത്രീകരിക്കുന്ന വീഡിയോ, ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവം, മോശം പെരുമാറ്റം എന്ന രീതിയിൽ ആ ഒരു റീല് ചിത്രീകരിക്കുന്നു. അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞിരുന്നത് ഇവർ ഈ വിഷയം വടകര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു. അങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം വടകര പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു വീഡിയോയുടെ ഫലമായിട്ട് ആ ഒരു ദീപക് എന്ന 42 വയസ്സുകാരൻ, ഒരു പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് യു ചോയ് എന്നാണ്, അമ്മയുടെ പേര് കന്യക. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ആ വീട്ടിലേക്ക് ധാരാളം മലയാള മാധ്യമങ്ങൾ കടന്നിരുന്നു. പ്രത്യേകിച്ച് അപൂർവമായൊരു സംഭവമാണ്, ഒരു ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായ ഒരു മനുഷ്യൻ സമൂഹത്തിന് മുന്നിൽ ഒരു മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടതിൻ്റെ വിഷമത്തിൽ വീട്ടിൽ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിക്കുന്നതാണ്, വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ആ മാധ്യമങ്ങൾ ആ വീടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ മകൻ്റെ ചേതനേറ്റ മൃതശരീരം ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് വരുമ്പോൾ ആ അമ്മ കരയുന്നുണ്ട്. മകനെ, നിനക്ക് എന്ത് പറ്റി? നിൻ്റെ മുഖമാകെ മാറിപ്പോയിരിക്കുന്നു, എന്തെങ്കിലും. അങ്ങനെ ഒരു അമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത് പുത്രദുഃഖം. അതായത് ഒരു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടുന്നതാണ് ഒരു മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന. അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ മനോസ്ഥിതി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കണ്ണീരിലുണ്ട് ഒരു മകനെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത്. 42 വയസ്സായ ഒരു മകൻ എന്ന് പറയുമ്പോൾ സാധാരണ വീട്ടിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ മകൻ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നു. എന്നാൽ അദ്ദേഹം ഒരു ഡിവോഴ്സിയാണ്. ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തിയതിന് ശേഷം മാതാപിതാക്കൾക്ക് താങ്ങായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു വസ്ത്രവ്യാപാരശാലയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരിക്കെ അങ്ങനെ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കോഴിക്കോട് നിന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ ഒരു അവസരത്തിലാണ് താൻ മനസാ വാച അറിയാത്തൊരു കാര്യത്തിന് അവിചാരിതമായിട്ടൊരു പഴി കേൾക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, ആ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വീഡിയോയിലൂടെ കാണുകയും ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഒരു മറുവാദം ഞാൻ ചോദിക്കട്ടെ. ആ വീഡിയോ കൃത്യമായി അനലൈസ് ചെയ്ത് നമുക്ക് ഒരുപാട് വീഡിയോകൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള അനലൈസിങ് കണ്ടു. യഥാർത്ഥത്തിൽ മറിച്ച് ഒരു മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഈ സ്ത്രീ അങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട് കണ്ടിട്ടുണ്ട്, തനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധ്യത കൂടി ഒന്ന് പരിശോധിക്കാം. അല്ല, അങ്ങനെ ഒരു ദുരനുഭവം നേരിട്ടാൽ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിലും ഉൾപ്പെടുത്തിയ വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദുരനുഭവം സാധാരണഗതിയിൽ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ നേരിട്ടാൽ അവരുടെ ആദ്യത്തെ പ്രതികരണം ഒരു ഫോൺ എടുത്ത് വീഡിയോ ചിത്രീകരിക്കുക എന്നതല്ല. സാമാന്യം നമ്മുടെ സ്ത്രീത്വത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദേഹത്ത് നമ്മുടെ സൗകര്യമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ സ്പർശിച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണത്തിന് പിന്നാലെ ഒരു സ്ത്രീ ഒരു ബസ്സിനുള്ളിൽ ഒച്ച വെച്ചാൽ
തന്നെ ഒരാൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് ഒച്ച വെച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്രതികരണം ആ ബസ്സിലെ സഹയാത്രികരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് ഉത്തരേന്ത്യയൊന്നുമല്ല, കേരളമാണ്. അപ്പോൾ അങ്ങനെ അവസരം ഉണ്ടെന്നിരിക്കെ തൻ്റെ മുന്നിൽ ഇത്തരം ഒരു അനീതി നടക്കുന്നു. ആ പെൺകുട്ടി ഒച്ച വെക്കുക, അല്ലെങ്കിൽ ഇവർ ഒച്ച വെച്ച ആളെ കൂട്ടുക. ആ ബസ്സിൽ നിറച്ച് യാത്രക്കാരുള്ള ഒരു സമയമാണ്. അത് രാമന്തള്ളിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് നിരന്തരം സർവീസ് നടത്തുന്നത്. ഇയാൾ നിരന്തരം അതിനകത്ത് ഇദ്ദേഹം ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി അതിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം ഹരീഷ് കണാരൻ ഒരു വ്ളോഗറുടെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിൽ പറയുന്നത് ആ ബസ്സിൽ, അതേ ബസ്സിൽ 1 വർഷം മുൻപ് ദീപക്കിൽ നിന്ന് ഒരു നവ്യമായ ഒരു അനുഭവം നേരിട്ടൊരു സ്ത്രീ, ആ യുവതി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ കടുത്ത ആർത്തവ വേദനയുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖഭാവം മാറിയത് ശ്രദ്ധിച്ച ഈ ഒരു വ്യക്തി അവരോട് എന്താണ് കാര്യം, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. സഹാനുജീവി, ഒരു മനുഷ്യത്വമാണ്. അങ്ങനെ ആ പെൺകുട്ടിയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ, കടുത്ത വേദനയുണ്ടെന്ന് പറയുമ്പോൾ തൻ്റെ ബാഗിൽ കരുതിയിരിക്കുന്ന ഒരു പാരസെറ്റാമോൾ ടാബ്ലറ്റ് എടുത്ത് ആ പെൺകുട്ടിക്ക് നീറ്റുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പരീക്ഷ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പരീക്ഷ ഭയമാണ്, അങ്ങനെ ഇപ്പോൾ പഠനം ഓവർലോഡാണ് എന്നൊക്കെ പറയുമ്പോൾ ജീവിതം തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നമ്മൾ ഇങ്ങനെ നിരന്തരം മറികടന്നുകൊണ്ടേയിരിക്കണം എന്ന് തൻ്റെ ജീവിതം ഉദാഹരണമാക്കി പറഞ്ഞു കൊടുത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ ആ ബസ്സിൽ യാത്ര ചെയ്തൊരു യുവതിയാണ്. അപ്പോൾ അങ്ങനെ ആർക്കും ഒരു പരാതി ജീവിതത്തിൽ ഇന്ന് വരെ കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ആരോ ഒരാളൊരു റീലായി ചിത്രീകരിച്ചിരിക്കുന്ന തൻ്റെ സ്വഭാവ ദൂഷ്യം എന്ന പേരിൽ പ്രചരിച്ച വീഡിയോയിൽ മനോവിഷമം മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ ആ ഒരു ഷിംജിത മുസ്തഫ എന്ന വടകരക്കാരി, അവർ അരീക്കോട് പഞ്ചായത്താണ്, മലപ്പുറത്താണ്, എനിക്ക് തോന്നുന്നു ഭർത്തൃവീടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ ആ വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കൊല്ലത്ത് സമാനമായ രീതിയിൽ സംഭവം നടന്നു. അത് ഉദാഹരിച്ചുകൊണ്ടാണ് നമ്മളതും പറഞ്ഞത്. ഒരു യുവതി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ അവരുടെ സമീപത്തിരുന്ന ഒരു മധ്യവയസ്കനിൽ നിന്നുണ്ടായ മോശം അനുഭവം എന്ന പേരിൽ ആ ഒരു പെൺകുട്ടിയും കൊല്ലം അടൂർ സ്വദേശിനിയാണ്. അവർ പങ്കുവെച്ച അന്നത്തെ വീഡിയോയും ഏകദേശം വൈറലായിരുന്നു. പക്ഷെ അതിലും പ്രത്യേകിച്ച് ഇതൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കോടതിയായിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത്. അതിലേക്ക് ഇട്ടുകൊടുത്താൽ ഒരാളെ വിചാരണ ചെയ്ത് അപകീർത്തിപ്പെടുത്താനും ഒരാളെ അതേസമയം പരിപോഷിപ്പിക്കാനും സാധിക്കുന്ന ഒരു ഇടമാണ് സാമൂഹിക മാധ്യമങ്ങൾ. ഒരു കോടതി മുറിയിൽ നടക്കുന്ന വിചാരണയിൽ കുറ്റവിമുക്തനാകുന്നതിനേക്കാൾ ഒരു റീലിലൂടെ അയാളുടെ കുറ്റവാളിയല്ല എന്ന് തെളിയിച്ചാൽ അതിനായിരിക്കും ഇമ്പാക്റ്റ് കൂടുതൽ. അങ്ങനെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ ഷിംജിത മുസ്തഫയുടെ പേജിൽ വലിയ സൈബർ ആക്രമണമാണ്. അത് അവർ അർഹിക്കുന്നുമുണ്ട്. കാണുന്നില്ല. ഏകദേശം ഈ സംഭവത്തിന് മുൻപ് 9,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് മാത്രമാണ് ആ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഏകദേശം ഇന്നലെ നോക്കുമ്പോൾ ഏകദേശം 12,000-നോട് അടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇനി കേസ് അന്വേഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ ഈ മരണപ്പെട്ട ദീപകിൻ്റെ വീട്ടിലെത്തി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ വീട് വരുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻസ് SI BR അരുൺ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പ്രകാരം കന്യക എന്നാണ് അമ്മയുടെ പേര്, അച്ഛൻ്റെ പേരാണ് യു ചോയ്. അങ്ങനെ ആ വീട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് മൊഴിയെടുത്ത ഈ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഇപ്പോൾ 108 BNS 108 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ഏകദേശം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഷിംജിതയെ കാണുന്നില്ല. ഇവരെ കാണാതായുമായി ബന്ധപ്പെട്ട് ധാരാളം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇവർ ഈ ഒരു സംഭവത്തിനൊക്കെ മുൻപ് ദുബായിലായിരുന്നു താമസിക്കുന്നത്. ഇവർ ഈ നാട്ടിലെ നിയമ നടപടികൾ ഭയന്ന് ദുബായിലേക്ക് പെട്ടെന്ന് പോയിരിക്കുന്നു. ഈ കേസന്വേഷണം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പ്രചാരണമുണ്ട്. എന്തായാലും ഇവരെവിടെയാണെന്ന് അറിയില്ല. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഷിംജിതയെ ന്യായീകരിക്കുന്ന കുറേ സൈബർ പ്രൊഫൈലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്യൂഡോ ഫെമിനിസ്റ്റ് ഉണ്ട്. ഇവർ കുട്ടിക്കാലത്ത് ഇവരുടെ അച്ഛനിൽ നിന്ന് നേരിട്ട എന്തോ മോശം അനുഭവം, തന്നെയും മാതാവിനെയും തനിച്ചാക്കി തങ്ങളെ ഇട്ടിട്ട് പോയ അച്ഛനോടുള്ള വെറുപ്പ് ഇപ്പോഴും അതൊരു പുരുഷന്മാരോടുള്ള വെറുപ്പായി കാണുന്ന ഒരു സ്ത്രീ. അതാണ് ഇവരെക്കുറിച്ച് ആദ്യമേ വിശേഷിപ്പിക്കാനുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ കളങ്കാവൽ സിനിമ കണ്ടതിന് ശേഷം തൻ്റെ പിതാവ് കളങ്കാവലിലെ മമ്മൂട്ടി അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രത്തെ പോലെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു മകൾ. അങ്ങനെ ഒരു സ്ത്രീ തൻ്റെ പിതാവിനോടുള്ള, തന്നെയും മാതാവിനെയും വഞ്ചിച്ച് പോയ തൻ്റെ പിതാവിനോടുള്ള വൈരാഗ്യം ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ നിഷ്കളങ്കരായ മനുഷ്യരെ അപായപ്പെടുത്താനുള്ള ട്രാപ്പുകളായി ഇത്തരത്തിലുള്ള റീലുകൾ മാറുമ്പോൾ അതിന് കുട പിടിക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള സ്യൂഡോ ഫെമിനിസ്റ്റുകളോട് നമുക്ക് വേറൊന്നും പറയാനില്ല. ഇവർ ഈ സ്ത്രീകളെ സംരക്ഷിക്കാനാണ് ഈ നാട്ടിലെ നിയമങ്ങളുള്ളത്, അല്ലാതെ പുരുഷന്മാരെ ആക്രമിക്കാനുള്ളതല്ല. അത് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും
ഇപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ ബസ് അല്ലമീൻ എന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ KSRTC ബസ്സുകളിലും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ KSRTC ബസ്സുകളിലും CCTV ക്യാമറകളുണ്ട്. അത് ഈ നേരത്തെ മേയർ ഊരിയെടുത്ത പെൺഡ്രൈവ് പോലെ ആ ഒരു രാഷ്ട്രീയ പണത്തിൻ്റെ ഹുങ്കിൽ അത്തരം തെളിവുകൾ നശിപ്പിക്കുന്ന അവസാനിപ്പിച്ചാൽ ഇതൊരു നല്ല മാർഗ്ഗമാണ്. കാരണം പൊതുവിടങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബസ്സുകളിലുള്ള ആ ഒരു മാർഗം, ഈ ബസ്സിലൊരു CCTV ക്യാമറ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ സ്ത്രീകൾക്ക് നേരെ നീളുന്ന മോശം കൈകൾ ഉറപ്പായിട്ടും നിൽക്കും. അങ്ങനെ പൊതുമധ്യത്തിൽ തങ്ങളെ കയറി പിടിച്ചവരെ ചോദ്യം ചെയ്താൽ സമൂഹം ഒപ്പം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ഏതൊരു സ്ത്രീക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ നേരിടുമ്പോൾ ബസ്സിനുള്ളിൽ വെച്ചാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു കേസിൻ്റെ ഭാവി എന്തായിരിക്കും? ഒരു ലുക്കൗട്ട് നോട്ടീസ് വരുമോ? ഇത്തരം കേസുകൾ എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ്? ഇത്തരം കേസുകൾ വരുമ്പോൾ തീർച്ചയായും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ഇതിൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളും ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ആദ്യമേ കൊടുത്തു എന്ന് പറയുന്ന വടകര പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി എത്തിയിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ തന്നെയാണ് ആത്മഹത്യക്ക് കാരണക്കാരി എന്ന് കേരള പൊതുസമൂഹം വിലയിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഉത്തരമേഖല DIG നേരിട്ട് ഈ സംഭവം അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നു. അതിൻ്റെ ആ ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ കേസുകളൊക്കെ അല്ലെങ്കിൽ ഈ കുറ്റം കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തണമോ എന്ന് തീർച്ചയായിട്ടും തീരുമാനിക്കും. എന്തായാലും ഒരു പാവം മനുഷ്യൻ ജീവിതം നഷ്ടമായി, ഒരു വിഭാര്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മകനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ മകനെ അച്ഛനില്ലാതായി, ആ മാതാപിതാക്കൾക്ക് തങ്ങളെ വന്ധ്യവയോധികരായ തങ്ങളെ ജീവിതാന്ത്യത്തിൽ പരിപാലിക്കേണ്ട മകനെയും നഷ്ടമായിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടക്കത്തിലെ നുള്ളിക്കളയേണ്ടത് സമൂഹത്തിൽ നമ്മളെയൊക്കെ ഉത്തരവാദിത്തമാണ്. കൃത്യമായ നിയമ നടപടികൾ ഇതിനകത്ത് ഉണ്ടാവട്ടെ എന്ന് ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും. ഈ പ്രിവിലേജുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. ഈ പ്രിവിലേജുകൾ അവരുടെ സുരക്ഷയെ മുൻകരുതിയുള്ള സാധനങ്ങളാണ്. ആ സാധനങ്ങളെടുത്ത് ദുരുപയോഗം ചെയ്യുമ്പോൾ ഈ ധാരാളം ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെടാനുള്ള കാരണമായി മാറുമെന്ന് ഇക്കൂട്ടർ കൂടി ഓർമ്മിച്ചാൽ അത്രയും നല്ലത്. ശരി.